ഉയ്യ് നിങ്ങൾ കേൾക്കണേ, ഇന്നലെ ഞാൻ ബടേര ഓർക്കാട്ടേരി നമ്മളെ കന്നുകാലി ചന്തക്ക് പോയതേനു. കന്നുകാലി ചന്താന്ന് കേൾക്കുമ്പോൾ ബടേരക്കാരല്ലാത്തോലിയായിരിക്കും കുറേ പൈക്കള ചന്തയാണെന്ന്. അങ്ങനെയൊന്നല്ല മക്കളെ, ഇത് വടകരയിലുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഓർക്കാട്ടേരി. ഓർക്കാട്ടേരി എല്ലാ കൊല്ലവും നടത്തുന്ന ഒരു ചന്തയാണിത്. കാല് കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ലേശം ഒഴിഞ്ഞ പറമ്പ് നോക്കി ലേശം നിന്നേ ഉള്ളൂ. ഇവിടെ ഇത്രയും തിരക്കുകളാണ്. തിരക്കിൻ്റെ ഇടയിൽ കൂടി ഞാനിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ നമ്മളെ യൂട്യൂബറല്ല അത്, ഓനെ വീഡിയോ കാണുന്നതിനെക്കാട്ടും നേരിട്ട് കാണും നല്ല രസമുണ്ടല്ലോ അല്ലേ സൽമാൻ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പുറന്ന് ഉമ്മയിറ്റ് ഇങ്ങനെ പറയാനാ ഞാൻ കേട്ടിക്ക്. വല്ലാത്തൊരു അനുഭവം. സ്വന്തം നാട്ടിലൊരു ചന്തക്ക് വരുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. കുറച്ച് കാലമായിട്ട് ഇപ്പം ഞാനിപ്പോൾ കോഴിക്കോട് സെറ്റിൽഡ് ആണല്ലോ. അപ്പോൾ ബടേര അങ്ങനെ ഒന്നും വരുത്തില്ല, ഇടക്കും തലക്കും വരുത്തേ ഉള്ളൂ. ഞാനൊരു ബടേരക്കാരനായാലും ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നൊരു ചങ്ങായിയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഓർക്കാട്ടേരി ചന്തക്ക് പോയിക്കില്ല, പിന്നെ എന്തെല്ലോ ഒരു മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ഞാനൊന്ന് പോയി മരണക്കിണറിൻ്റെ മുകളിൽ കയറി തായോട്ട് നോക്കുമ്പോൾ ഉയ്യൻ്റെ അമ്മയെ എന്ത് രസാ. കൊടുത്ത പൈസ മുതലായി കിട്ടോ. മരണക്കിണർ ഒരു രക്ഷയില്ല. ഒരു ബുള്ളറ്റ് മുതൽ ഒരു ചങ്ങായി എന്തെല്ലാം അഭ്യാസങ്ങളാ ചെറുക്കം കാണിച്ചേ. കയ്യും കാലും വിട്ട് വണ്ടിയുമിൽ ഇരിക്കുക എന്നെല്ലാം പറഞ്ഞാൽ തരുന്ന പൈസ ഇങ്ങനെ വായു കൊണ്ട് കടിച്ചു പിടിച്ചിട്ടുള്ളവൻ്റെ ഒരു അഭ്യാസം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് തായോട്ട് നോക്കുമ്പോൾ വാട്ടേ വൈബ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ ആ ഫീല് കിട്ടുന്നില്ലേ. ഓർക്കാട്ടേരി ചന്തക്ക് പോകാത്ത ഒരു ബടേരക്കാരനും ഉണ്ടാവില്ല കേട്ടോ. ബടേരക്കാരുടെ മനസ്സിൽ അത്രയും പതിഞ്ഞൊരു ചന്തയാണിത്. അവിടെ പോയാൽ സാമ്പിൾ അലുവമായി തിന്നാത്തോലും ഉണ്ടാവില്ല. ഒരു കഷ്ടം ബത്തൊക്കെ വാങ്ങിയാലും ഗജരിയിലെ സൂര്യനെ ഓർത്തു പോയതാണ് കേട്ടോ. ബെർലോണ്ടുള്ള ഒരു കളിയില്ലേ, അത് ഞാനൊന്ന് കളിച്ചു നോക്കിയതാ.